നമസ്കാരം, ഞാൻ അബിൻ ഗുരുക്കൾ. അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കടത്തനാട്ടിലെ മറ്റൊരു കളരിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കോഴിക്കോട് വടകര വൈക്കിലിശ്ശേരി റോഡിലെ കോയിക്കൽ സഹസ്രാര കളരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അവിടുത്തെ ഗുരുക്കളെയും അവിടുത്തെ പഠന രീതിയും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് സഹസ്രാര കളരിയിലെ മിനീഷ് ഗുരുക്കൾ. അപ്പോൾ കളരിയിലെ പഠന രീതികളെക്കുറിച്ചും പഠിതാക്കളെക്കുറിച്ചും നമുക്ക് ഗുരുക്കളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ മിനീഷ് ഗുരുക്കൾ, സഹസ്രാര കളരി വൈക്കിലിശ്ശേരി. ഞാനിവിടെ കളരി തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. അതിൽ മുന്നേ ഞങ്ങൾ വടകര ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ വൈക്കിലിശ്ശേരി കളരിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ ഒരു 250-300 അഡ്മിഷൻ ഉള്ള കളരിയാണ്. അവിടെ നമ്മളിപ്പോൾ എടുക്കുന്നത് രാവിലെ 5:30 മുതൽ 6:00 വരെ സീനിയർ ബാച്ച്, 6:00 മുതൽ 7:00 വരെ കുട്ടികളെ ബാച്ച്, പിന്നെ വൈകിട്ട് ഒരു ബാച്ച് 5:30 മുതൽ 6:00 വരെ. അപ്പോൾ നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കടത്തനാട് മധുഗുരുക്കളുടെ ശിക്ഷണത്തിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞങ്ങൾക്ക് വരുന്നത് കളരിയിൽ വണക്കങ്ങൾ, അതിലുള്ള പ്രയോഗങ്ങൾ, കാര്യങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക്. ആദ്യം നമ്മൾ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഗുരുവണക്കം എന്ന് പറയുന്നതാണ്. അപ്പോൾ കളരിയിൽ വന്ന് ഇറങ്ങി, കളരി തൊട്ട് വന്നിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഗുരുവണക്കം എന്ന് പറയും. ഗുരുവണക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈശ്വര വണക്കമാണ്. അതായത് കളരി പൂത്തറ, അതായത് ഷഡാധാര പ്രതീകമായിട്ട് നിലകൊള്ളുന്ന പൂത്തറയാണ് നമ്മൾ അവിടെ വന്ദിക്കുന്നത്. ആ വന്ദിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ശരീരത്തിന് അത് ആ എക്സസൈസുകൾ അല്ലെങ്കിൽ ആ വ്യായാമങ്ങൾ അല്ല ആ വണക്കത്തിലുള്ള വ്യായാമങ്ങൾ എങ്ങനെയാണോ ശരീരത്തിന് ഗുണം ചെയ്യുന്നത് ഒന്ന്. രണ്ടാമത്തത് അത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു പ്രയോഗത്തിലേക്ക് വരുമ്പോൾ എന്താണ്. അങ്ങനെ നമ്മൾ കളരിയിൽ പഠിപ്പിക്കുമ്പം തന്നെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിനെ 3 രീതിയിൽ നമ്മൾ കാണണം. ഒന്ന് അതിൻ്റെ ആത്മീയമായിട്ടുള്ള വശം, രണ്ടാമത്തത് വരുന്നത് അതിലുള്ള ശരീരത്തിന് അത് എങ്ങനെ ഗുണം ചെയ്യുന്നു, മൂന്നാമത്തത് പ്രയോഗ രീതികൾ.
വൈക്കിലിശ്ശേരി സഹസ്ര കളരി ഒരു കമ്മിറ്റീൻ്റെ രീതിയിലാണ് അത് ഇവിടുത്തെ ഒരു നല്ല ശക്തമായ കമ്മിറ്റിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവർക്കുള്ളത് വെച്ചാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ കളരി പഠിക്കാനുള്ള അവസരം അവർ കുട്ടികളിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും എൻ്റെ കൂടെയുള്ള ഒരു 4-5ഓളം ഗുരുക്കന്മാരും കൂടിയിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ളൊരു ഇൻകം നമ്മൾ കണക്കാക്കാതെയാണ് എടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റിയുടെ അവരുടെ ഒരു മനസ്സിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യുക, പഠിക്കുക, നമുക്ക് ആ കുട്ടികൾക്ക് നമ്മളെ പൈതൃകം പഠിച്ചു വരണം എന്നുള്ള ആഗ്രഹമുള്ള കമ്മിറ്റിക്കാരാണ് കൂടുതലുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് അതിന് നോക്കാതെ ഓരോക്ക് ശരിക്ക് അവർ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ നഷ്ടമാണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാം. അതൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളിപ്പം ഇവിടെ ഇപ്പോൾ ഒരു 300 ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ 1-2 പേര് വന്നിട്ടാണ്, ഒരു ഗുരുക്കളുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വേറെ ആളും 2 പേര് നിന്നിട്ടേ ഇത് ചെയ്യാൻ പറ്റൂ. എന്നാലേ എന്താകും, കുട്ടികൾക്ക് നമുക്ക് പെർഫോമൻസ് ചെയ്യാനും ശ്രദ്ധ എല്ലാ സ്ഥലത്തും എത്തിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളോട് ഇപ്പോൾ പിന്നെ ബിബിൻ ഗുരുക്കളുണ്ട്, ഭവീഷ് ഗുരുക്കൾ, സരിൻ ഗുരുക്കൾ, ബാബു ഗുരുക്കൾ, ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ്, പ്രസാദ് ഗുരുക്കൾ. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, അവരും ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഇതിലാണ് അവരെ കമ്മിറ്റി പോലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കളരികളിൽ എന്താണ് കളരീനെ നല്ല രീതിയിൽ എത്തിക്കാനുള്ള ഒരു ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം എന്ത് ചെയ്യുക വെച്ചാൽ മറ്റ് കളരികളിലും ഏത് കളരിയാണോ ആ കളരിക്കാരും മറ്റേ ഗുരുക്കളുമായിട്ട് നല്ല സപ്പോർട്ടിൽ, അതായത് പഠിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക. എൻ്റെ കളരിയിലുള്ള സാധനം മാത്രമാണ് വലുത് എന്ന് കരുതാതെ പിന്നെ വേറെ കളരികളിൽ പോവുക, അവിടുത്തെ ചിട്ടകളും അവിടുത്തെ കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളതിലുള്ള അറിവുകൾ എത്രയാണോ നമ്മൾ അറിവുള്ളത്, നമ്മുടെ ഉള്ളിലുള്ളത്, അത് താഴ്ന്നതുണ്ടാവും, ഉയരുന്നതും കാണാം നമുക്ക്. അപ്പോൾ മറ്റുള്ള കളരികൾ അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ഇതായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ നിർബന്ധമായിട്ടും ഇപ്പോൾ കരാട്ടക്കായാലും മറ്റുള്ള എല്ലാത്തിനും എന്തുണ്ട്, നമ്മൾ സിലബസ്സായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കളരിപ്പയറ്റിന് മാത്രം പല രീതിയിലുള്ള സിലബസ്സുകളാണ്. സിലബസ് എന്ന് പറയാൻ തന്നെ ചിലയല്ല, ഓരോരോ വായ്മൊഴിയായിട്ട് വന്നതുകൊണ്ട് തന്നെ വായ്മൊഴിയായിട്ട് ഗുരുക്കന്മാർ വായ്മൊഴിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് എഴുതപ്പെട്ട ഒരു ബുക്കുകൾ, അതായത് ഇന്നത് ചെയ്യണം എന്നുള്ളത് ബുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരവരുടെ ഗുരുക്കന്മാർ ചെയ്യുന്ന ശൈലിയാണ് അവർ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ശിഷ്യൻ വളർന്ന് വരുമ്പോൾ വേറൊരു ഗുരുക്കളാകുമ്പോൾ ആ ശിഷ്യൻ അതേ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സിലബസ്, ഒരു പിന്നെ ചാമ്പ്യൻഷിപ്പ് ആയാലും എന്തായാലും എന്ത് ഒരു സ്പോർട്സിലേക്ക് പോവുകയാണെങ്കിലും, ഇപ്പം തന്നെ നമ്മളിപ്പോൾ സ്പോർട്സിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും അതൊരു കറക്റ്റ് എല്ലാ കളരിക്കാരും ആ സ്പോർട്സിൻ്റെ നാഷണൽ ലെവലിൽ ഗെയിംസിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ സിലബസ്സായിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പിന്നെ പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതി മാറ്റിയിട്ട് എന്ത് ചെയ്യണം,
നല്ല എല്ലാം ഒരു സാധനം എടുത്താൽ ആ സാധനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായിട്ട് കൊടുത്താൽ തന്നെ കളരി നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കളരി എന്ന ആയോധന കല ഇനിയും നമുക്ക് ഉയർത്തിക്കെട്ടാനുണ്ട്. അതിന് ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ ഒത്തൊരുമ അത്യാവശ്യമാണ്. ഒരുപാട് കളരികളും കളരി ഗുരുനാഥന്മാരെയും ഇനിയും നമുക്ക് പരിചയപ്പെടാനുണ്ട്. നിങ്ങളുടെ കളരിയും ഇതുപോലെ പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.